ഡൽഹിയിൽ രാജ്യസഭാ എംപിമാരുടെ ഫ്ളാറ്റിൽ തീപിടുത്തം. തീപിടിച്ചത് ഉച്ചയോടെ ബ്രഹ്മപുത്ര അപ്പാർട്ട്മെന്റിൽ. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. फ्लैटों में आग पकड़ लिया। एमपी फ्लैटों में फर्स्ट फ्लोर पे आग पकड़ गई। വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, ദൃശ്യങ്ങൾ അതിഭയാനകമാണ്. പേടിപ്പിടിക്കുന്ന രീതിയിലുള്ള ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഫ്ളാറ്റിന്റെ അല്ലെങ്കിൽ ബ്രഹ്മപുത്ര അപ്പാർട്ട്മെന്റിന്റെ താഴ്ഭാഗം മുതൽ ഇങ്ങനെ കത്തുകയാണ്. മറ്റെന്തെങ്കിലും ആളപായം ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഫൈസൽ? രേണുക, ഇന്ന് ഉച്ചക്ക് 12:30 കൂടിയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. 2020 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഒരു ഫ്ലാറ്റാണത്. രാജ്യസഭാ എംപിമാരാണ് അവിടെ താമസിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള 3 എംപിമാർ അവിടെ താമസിക്കുന്നുണ്ട്. നമ്മുടെ CPIയുടെ MP ആയ CP സന്തോഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ താമസിക്കുന്നുണ്ട്. ഇതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യം, മുസ്ലിം ലീഗ് MP ആയ ഹാരിസ് ബീരാൻ്റെ 2 ക്വാർട്ടേഴ്സുകൾ കത്തി നശിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത്. CPI ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്നുള്ള 3 എംപിമാരാണ് അവിടെ താമസിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ തീ അണക്കാനുള്ള ശ്രമം തുടരുകയാണ്. ആളഭയമില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ എല്ലാവരും സ്റ്റാഫ് അടക്കം, അതായത് എംപിമാരുടെ സ്റ്റാഫുകളടക്കം പാർലമെന്റിലായതിനാൽ തന്നെ ആളഭയമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റിൽ ആളുണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആളഭയമൊന്നുമില്ല എന്നുള്ളൊരു വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ഇതുവരെ ആർക്കും പരിക്കുകളോ അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ഫ്ലാറ്റിൻ്റെ 1ാം നിലയിലാണ് ആദ്യം തീപിടുത്തം ഉണ്ടായത്. പിന്നീട് മുകളിലേക്ക് കത്തിക്കയറുകയായിരുന്നു. ഏകദേശം 3ഓളം ഫ്ലാറ്റുകൾ തീ പിടുത്തത്തിന് വിധേയമായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഫയർഫോഴ്സിൻ്റെ 6 യൂണിറ്റുകളാണ് ഇപ്പോൾ സ്ഥലത്തെത്തിയിരിക്കുന്നത്. അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 12:30 അല്ലെങ്കിൽ 1 മണി, 12:30നും 1 മണിക്കും ഇടയ്ക്കാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. അതിനിടയിലാണ് ഇപ്പോൾ ഫയർ യൂണിറ്റിന് അഗ്നിരക്ഷാ സേനയിലേക്ക് ഒരു കോള് പോയത്. അപ്പോൾ തന്നെ അവർ സ്ഥലത്തെത്തി തീയണക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവിടെ തുടങ്ങുകയും ചെയ്തു. ബ്രഹ്മപുത്ര അപ്പാർട്ട്മെൻറ്റിൻ്റെ ബേസ്മെൻറ്റിൽ നിന്ന്, അതായത് ബ്രഹ്മപുത്ര അപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും താഴെ നിലയിലാണ് തീ പിടിച്ചത്. അത് മുകളിലേക്ക് കത്തിപ്പടരുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് പിന്നീട് 1ാം നിലയിലേക്കും 2ാം നിലയിലേക്കും തീ ആളിപ്പടരുകയായിരുന്നു. രാജ്യസഭ എംപിയുടെ സ്റ്റാഫുകളും താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇത് ഏകദേശം 200 മീറ്റർ മാത്രമാണ്, അതായത് ഈ പാർലമെൻറ്റ് കെട്ടിടത്തിൻ്റെ സമീപത്ത് നിന്നും 200 മീറ്റർ മാത്രമാണ് ഈ ഒരു ഫ്ലാറ്റിലേക്കുള്ള ഒരു ദൂരം എന്ന് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ രീതിയിലുള്ള തീയാണ് പിടിച്ചിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഏതെങ്കിലും രീതിയിൽ ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ആകാനാണ് സാധ്യത എന്നാണ് അഗ്നിശമന ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെന്നാണ് മനസ്സിലാക്കുന്നത്. തീ ഇപ്പോൾ അണക്കാനുള്ള ഒരു ശ്രമം തുടരുന്നുണ്ട്. ഫയർ എഞ്ചിനുകൾ എത്തി തീ അണക്കാനുള്ള ശ്രമം തുടങ്ങുന്നത്. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും അതിനുശേഷമായിരിക്കും എന്താണ് തീപിടുത്തത്തിന് കാരണം എന്ന് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും കേരളത്തിൽ നിന്നുള്ള 3 എംപിമാരാണ് ഇവിടെ താമസിക്കുന്നത്. CP സന്തോഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ, അതുപോലെ മുസ്ലിം ലീഗിൻ്റെ MP ആയ ഹാരിസ് ബീരാൻ ഉൾപ്പെടെ ഇവർ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 ക്വാർട്ടേഴ്സുകളാണ് കത്തി നശിച്ചത്. രേണുക. ശരി ഫൈസൽ, വ്യക്തമാണ്. ഡൽഹിയിൽ രാജ്യസഭാ എംപിമാരുടെ ഫ്ളാറ്റിൽ തീപിടിച്ചത് ഉച്ചയോടെ ബ്രഹ്മപുത്ര അപ്പാർട്ട്മെന്റിലാണ്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. നിലവിലവിടെ ആളപായമൊന്നും തന്നെയില്ല. തീയണയ്ക്കാനുള്ള ശ്രമം പൂർണ്ണമായും തന്നെ നടത്തിക്കൊണ്ട് ഇരിക്കുന്നു എന്നതാണ് ഫൈസൽ അസീസ് വ്യക്തമാക്കിയത്.